നമസ്കാരം. എല്ലാം സെറ്റല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വെൽക്കം. നമ്മുടെ സ്ഥിരം സപ്പോർട്ടേഴ്സിന് വലിയൊരു ഹഗ്. നമ്മൾ ഇന്ന് നല്ല രസമുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സംതിങ് ട്രൂലി ട്രാൻസ്ഫോർമേറ്റീവ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായേക്കാവുന്ന ഒരു രസമുള്ള സംതിങ്. ദാറ്റ് സംതിങ് ഈസ് മൈൻഡ്ഫുൾ ലിവിങ്. മൈൻഡ്ഫുൾ ലിവിങ് എന്ന വാക്ക് നിങ്ങളിൽ പലരും പലയിടത്തും കേട്ടിട്ടുണ്ടാവാം. ആദ്യമായിട്ട് കേൾക്കുന്നവരുമുണ്ടാവാം. ശരിക്കും എന്താണ് ഈ മൈൻഡ്ഫുൾ ലിവിങ്? മെഡിറ്റേഷൻ ആണോ? എന്തിനേയും ഒരു സന്യാസി ലെവലിൽ ആത്മീയമായി കാണുന്നതാണോ? സെൻ മോഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലത്തെ വൈബാണോ? ഇതിൻ്റെ എല്ലാം കുറേശ്ശെയുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല താനും. എന്താണ് മൈൻഡ്ഫുൾ ലിവിങ്? എന്താണ് അതിൻ്റെ ഗുണങ്ങൾ? എല്ലാത്തിലുമുപരി എങ്ങനെ ഇതിനെ നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ കൂട്ടാൻ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്നത് ഇന്ന് ഈ നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക എന്നതാണ്. മുൻധാരണകളോ മുൻവിധികളോ ഇല്ലാതെ കഴിഞ്ഞതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ആകുലപ്പെടാതെ ഇന്ന് ഈ നിമിഷത്തിലായിരിക്കുക. നമുക്ക് ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കാം. മനസ്സിനെ ബ്ലാങ്ക് ആക്കുക എന്നല്ല ഇത്. ഒരുവിധം എല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന സെൻസേഷൻസ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം എന്നിവയെക്കുറിച്ച് അവ നല്ലതോ ചീത്തയോ എന്ന് ജഡ്ജ് ചെയ്യാതെ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രമാത്രം അതിലേക്ക് ഫോക്കസ് ചെയ്യാറുണ്ട്? നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു ഓട്ടത്തിലാണല്ലേ. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിക്കുക, വരാൻ പോകുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുക, അല്ലെങ്കിൽ ചുമ്മാ മെക്കാനിക്കലായി ദിവസം തള്ളി നിൽക്കുക. ഇതൊക്കെയാണ് മിക്കവാറും പേർക്കും സാധാരണ സംഭവിക്കുന്നത്. മൈൻഡ്ഫുൾ ലിവിങ്ങിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും അങ്ങിങ്ങ് അലയാൻ വിടാതെ ഇന്നിൻ്റെ ഈ നിമിഷത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ കുടിക്കുന്ന ചായ അല്ലെങ്കിൽ കാപ്പി നമ്മളിൽ എത്ര പേർ അത് ആസ്വദിച്ച് രുചിച്ചു കുടിക്കുന്നുണ്ട്? നിന്ന നിൽപ്പിൽ വലിച്ചു കുടിച്ചോടുന്നവരുണ്ട്. മറ്റു പലതും ആലോചിച്ച് യാന്ത്രികമായി കുടിക്കുന്നവരുണ്ട്. അന്നത്തെ ദിവസത്തെ ടു ഡു ലിസ്റ്റ് ആലോചിച്ച് കുടിക്കുന്നവരുമുണ്ട്. നടക്കുമ്പോൾ നിങ്ങളുടെ പാദം പതിയുന്ന ഗ്രൗണ്ടിനെ ഫീൽ ചെയ്യുക. ശ്വസിക്കുമ്പോൾ ആ വായുവിനെ ഫീൽ ചെയ്യുക. ഇറ്റ്സ് അബൌട്ട് നോളജിങ് ആൻഡ് ഇമോഷൻ വിത്തൗട്ട് ലെറ്റിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ഓവർവെൽം യു. ഇങ്ങനെ ഓരോ മിനിറ്റിനെ കുറിച്ചും ബോധ്യമുണ്ടാവുക എന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ? എന്തിന് ഇങ്ങനെ ചെയ്യണം? അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ അത്ര ചെറുതല്ല. ആദ്യത്തെ ബെനിഫിറ്റ്, ഇത് സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയെയും കുറയ്ക്കാൻ സഹായിക്കും എന്നതാണ്. നമ്മൾ ഇന്നിൽ ലൈവായിരിക്കുമ്പോൾ ഇന്നലെയെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ ആശങ്കപ്പെടില്ല. ഇത് രണ്ടുമാണ് ഒരു ശരാശരി മനുഷ്യന് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ടാക്കുന്നത്. രണ്ടാമതായി ഫോക്കസ്, കോൺസെൻട്രേഷൻ, അതായത് ശ്രദ്ധ, ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ഒന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറെ കൂടി മെച്ചപ്പെടുത്താനാവും. അത് ജോലിയിലായാലും സംഭാഷണങ്ങളിലായാലും എന്തിന് ഒരു പുസ്തകം വായിക്കുന്നതിൽ പോലും നമ്മളെ കൂടുതൽ ശ്രദ്ധാലുവാക്കും. മൂന്നാമത് വൈകാരികമായ ബാലൻസ് ആണ്. ഒന്നിനോടും അമിതാവേശത്തോടെയോ പാനിക്കോടെയോ നമ്മൾ സമീപിക്കില്ല. ഇമ്മീഡിയറ്റ് റിയാക്ഷൻ, അതായത് പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണമാണ് പലപ്പോഴും കാര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്. നമുക്ക് എന്താണ്, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് വികാരവിക്ഷുബ്ധമായ ഒരു പ്രതികരണം ഉണ്ടാക്കിയേക്കാവുന്ന പൊല്ലാപ്പുകൾ ഒരു പരിധിവരെ നമുക്ക് തടയാനാകും. ഒരു പ്രശ്നത്തോടോ സങ്കീർണതയോടോ നമുക്ക് നാച്ചുറലായി തന്നെ സമചിത്തതയോടെ അഭിമുഖീകരിക്കാനാകും. സെൽഫ് അവെയർനെസ് അഥവാ ആത്മാവബോധം കൂടാൻ ഇത് സഹായിക്കും. നമ്മുടെ ഇമോഷൻസിനെക്കുറിച്ചും ഫീലിങ്സിനെക്കുറിച്ചും കൂടുതൽ ശ്രദ്ധിക്കും തോറും നമുക്ക് നാളെ കുറെ കൂടി മനസ്സിലാക്കാനാവും. ഏത് സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എന്താണ് നമ്മളെ ട്രിഗർ ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വിവേകത്തേക്കാൾ വികാരത്തിന് മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രാക്ടീസ് സഹായിക്കും. നമ്മുടെ റിയാക്ഷൻസ് കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെ തന്നെ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാകാനാകും. ആൻഡ് ഫൈനലി, കുറെ കൂടി നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. മറ്റുള്ളവരോടൊപ്പമായിരിക്കുമ്പോൾ പൂർണ്ണമായും അവിടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുകയും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ബന്ധങ്ങൾ കുറെ കൂടി ഊഷ്മളമാകും. കുറെ കൂടി എമ്പതിയോടെ മറ്റുള്ളവരെ കേൾക്കാൻ നമുക്ക് സാധിക്കും.
നമ്മുടെ ഇടപെടലുകൾ കുറെ കൂടി മറ്റുള്ളവരെയും ശാന്തരാക്കും. ചിലരോട് സംസാരിച്ച് കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സമാധാനം തോന്നാറില്ലേ? അതായത് അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവർ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സമാധാനം അത് മറ്റെവിടെ നിന്നും നമുക്ക് കിട്ടിയേക്കില്ല. അത്തരമൊരു ഔറ, ഒരു പ്രഭാവലയം നമുക്കും സൃഷ്ടിക്കാനാകും. കാര്യമൊക്കെ കൊള്ളാം, കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ എങ്ങനെ പ്രാവർത്തികമാക്കും എന്നാണോ? നല്ല വൈബുള്ള ഒരു കോർണറിൽ പോയിരുന്ന് ശാന്തമായി ചെയ്യുന്ന മെഡിറ്റേഷൻ പോലെയല്ല മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നാൽ. നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലെ നമ്മളുടെ എല്ലാ പ്രവൃത്തികളുടെയും കൂടെ സ്വാഭാവികമായി അലിഞ്ഞു ചേരേണ്ട ഒന്നാണ്. ഉദാഹരണത്തിന്, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്യുകയോ TV കാണുകയോ പുസ്തകം വായിക്കുകയോ ചെയ്യുന്നതിന് പകരം ഓരോ ബൈറ്റും ആസ്വദിച്ചു കഴിക്കണം. മണിക്കൂറുകളെടുത്ത് ചവച്ചരയ്ക്കാനൊന്നുമല്ല കേട്ടോ, സാധാരണ കഴിക്കുന്ന സ്പീഡ് തന്നെ മതി. മൈൻഡിനെ അലഞ്ഞു തിരിയാൻ വിടാതെ ഭക്ഷണത്തിലേക്കും അത് നിങ്ങൾക്ക് തരുന്ന ഫീലിങ്സിനെ കുറിച്ചും ശ്രദ്ധിച്ചു നോക്കൂ. വായിലേക്ക് വെച്ച ഫുഡിൻ്റെ വിവിധ ഫ്ലേവറുകൾ, അതിൻ്റെ സ്ട്രക്ചർ, സ്മെൽ, അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നെല്ലാം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. അന്നത്തിന് മുന്നിലിരിക്കുമ്പോൾ പൊന്നു തമ്പുരാൻ വന്നാലും എണീക്കരുത് എന്ന ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ. സയൻറ്റിഫിക്കലി അതിന് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകരുത് എന്നത്. ചെയ്യുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുത്തു നോക്കൂ. നമ്മൾ ദിവസേന യാന്ത്രികമായി ചെയ്യുന്ന പലതിനും പുതിയ രസകരമായ മാനങ്ങൾ വരുന്നത് കാണാം. നടക്കുന്നത് പോലും ഒരു മൈൻഡ്ഫുൾ പ്രാക്ടീസ് ആക്കാം. കാലുകൾ നിലത്ത് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ താളം, നിങ്ങൾക്ക് ചുറ്റിനുമുള്ള കാഴ്ചകൾ, ശബ്ദങ്ങൾ, ഇവയിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോഴാണ് സ്ഥിരം വരുന്ന വഴിയിടങ്ങൾ പോലും ഒരു പുതിയ കോണിലൂടെ നിങ്ങൾക്ക് കാണാനാവുന്നത്. മൈൻഡ്ഫുൾനെസ് ഏറെ പ്രാക്ടീസ് ചെയ്യേണ്ടത് സംഭാഷണങ്ങളിലാണ്. മറ്റേയാൾ എന്തു പറയുന്നു, വാക്കുകൾ കൊണ്ടും വാക്കുകൾക്കിടയിലും പറയാതെ പറയുന്നത് എന്താണ് എന്നുള്ള മാനങ്ങൾ മനസ്സിലാക്കാനാവും. ഒരാളെ കേൾക്കുമ്പോൾ ഒരിക്കലും ആ സമയത്ത് തിരിച്ചു പറയാനുള്ള റിപ്ലൈകൾ മനസ്സിൽ തയ്യാറാക്കരുത്. പൂർണ്ണമായും അയാളെ കേൾക്കുക. ജഡ്ജ്മെൻറ്റുകളോ പ്രീ പ്ലാൻഡ് ഉത്തരങ്ങളോ വേണ്ട. ഇതെല്ലാം ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. ദ കീ ഈസ് ടു ബ്രിങ് എ സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി ടു വാട്ട് എവർ യു ആർ ഡൂയിങ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ ജിജ്ഞാസയുടെ ഒരു കണികയെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. യാന്ത്രികമായി ചെയ്യുന്ന, അതായത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇട്ടിരിക്കുന്ന ലൈഫിൻ്റെ സ്റ്റിയറിംഗ് കയ്യിലെടുത്ത് സ്വയം നിയന്ത്രണം ഏറ്റെടുക്കുക. എങ്ങനെ ഡെയിലി ലൈഫിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം? ആദ്യം ബ്രീത്തിങ്ങിൽ തുടങ്ങാം. ആദ്യമായി ചെയ്യുന്നവർക്ക് ഇതല്പം വ്യത്യസ്തതയുള്ള ഒരു പ്രാക്ടീസ് ആവും. ഏറ്റവും കംഫർട്ടബിളായ പൊസിഷനിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാം. കണ്ണുകൾ അടയ്ക്കുകയോ മൃദുവായി എവിടേക്കെങ്കിലും നോട്ടം ഉറപ്പിക്കുകയോ ചെയ്യാം. തുറച്ചു നോട്ടമാവരുത്. എന്നിട്ട് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലോ അടിവയറ്റിലോ ഉള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സ് മറ്റു ചിന്തകളിലേക്ക് പോകുമ്പോൾ ഉറപ്പായും പോകും, സംശയം വേണ്ട. അതിനെ തിരികെ ബ്രീത്തിങ്ങിലേക്ക് തന്നെ കൊണ്ടുവരിക. കുറച്ച് മിനിറ്റുകൾ ഇങ്ങനെ ചെയ്താൽ തന്നെ ആ വ്യത്യാസം മനസ്സിലാകും. ബോഡി സ്കാനാണ് മറ്റൊരു മെത്തേഡ്. കംഫർട്ടബിളായ പൊസിഷനിൽ കിടക്കുക. ശ്രദ്ധ പതിയെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരിക. 1 at a time ക്രമത്തിൽ ഓരോ ബോഡി പാർട്ടായി ശ്രദ്ധിക്കുക. എന്തൊക്കെ സെൻസേഷൻസ് ആണ് ഫീൽ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ചൂട്, തണുപ്പ്, തരിതരിപ്പ്, പ്രഷർ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാനാവും. ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഓരോ ബോഡി പാർട്സിനെ കുറിച്ചും നിങ്ങൾക്ക് സ്വയം കൂടുതൽ മനസ്സിലാവും. മൈൻഡ്ഫുൾ ഒബ്സർവേഷൻ സ്ഥിരമായി കാണുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് ശ്രദ്ധിക്കുക. അതൊരു പൂവോ ഒരു ഫ്രൂട്ടോ, എന്തിന് നിങ്ങളുടെ കൈ പോലും ആവാം. കുറച്ച് സമയം നിങ്ങൾ ആദ്യമായി അതിനെ കാണുകയെന്ന സങ്കല്പത്തിൽ അതിനെ ഒബ്സർവ് ചെയ്യുക. അതിൻ്റെ നിറം, ടെക്സ്ചർ, ഷേപ്പ് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ദിവസേന കുറച്ച് മിനിറ്റുകൾ പ്രാക്ടീസ് ചെയ്യാം. ചിന്തകൾ മറ്റുള്ള എന്തിലേക്കെങ്കിലും പോയാൽ തിരികെ കൊണ്ടുവരണം. എപ്പോഴും ശ്രദ്ധിക്കുക, മൈൻഡ്ഫുൾനെസ് എന്നത് ഒരു പ്രാക്ടീസാണ്. അതൊരു പെർഫെക്റ്റ് സ്റ്റേറ്റ് അല്ല. നിങ്ങളതിൽ നന്നായി ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധമോ ഗുഡ് സർട്ടിഫിക്കറ്റോ കിട്ടാനില്ല. പലപ്പോഴും മനസ്സിനെ ഉദ്ദേശിച്ചെടുത്ത് തന്നെ തളച്ചിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ശരിക്കും കീ എന്ന് പറയുന്നത് ഇങ്ങനെ മൈൻഡ് വാണ്ടർ ചെയ്തു പോകുമ്പോൾ ഈ മൊമെൻറ്റിലേക്ക് ഓരോ തവണയും അതിനെ പതിയെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ ആവുന്നിടത്താണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള തിരക്കിൽ നിന്നും ബഹളത്തിൽ നിന്നും മനസ്സിന് അല്പം സമാധാനം നൽകുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. മൈൻഡ്ഫുൾനെസ് ഒരു യാത്രയാണ്, ഒരു ലക്ഷ്യമല്ല. ഇന്ന് ഈ നിമിഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഓരോ മിനിറ്റും നിങ്ങളുടെ വിജയമാണ്. ഇതുവരെ നിങ്ങൾ പരിശീലിച്ചിട്ടില്ലാത്ത ഒരു പ്രാക്ടീസ് ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായും അനുഭവപ്പെടും. നിങ്ങളുടെ ദിവസത്തിന് അല്പം കൂടി ക്ലാരിറ്റിയും ശാന്തതയും കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുമല്ലോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.